ജിദ്ദ കൗൺസിലേറ്റിൽ നിന്നൊരു ഫോൺ വരികയാണ്. വളരെ എമർജൻസി കാളാണ്. കൗൺസിലർ ഡയറക്റ്റാണ് വിളിക്കുന്നത്. നാട്ടിൽ പ്രമാദമായൊരു കേസുണ്ട്. അഥവാ ചെന്നൈ സ്വദേശിയായ പ്രഭാത് ശങ്കർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം 8 മാസത്തോളമായി വിവരമൊന്നുമില്ലാതെ ജയിൽ കിടക്കുകയാണ്. അതും സറാത്തബീദ എന്ന് പറയുന്ന അബഹയുടെയും നെജറാൻ്റെയും ഇടയിലുള്ള ഒരു ഗ്രാമത്തിലെ ജയിലിലാണുള്ളതെന്നും അദ്ദേഹത്തിൻ്റെ വിവരമറിഞ്ഞ്, അതായത് ഇങ്ങനെ എന്തോ കേസിൽ കുടുങ്ങിയതാണെന്ന് ഭാര്യ ബോധം കെട്ട് കിടക്കുകയാണ്. ഫോറിൻ മിനിസ്ട്രിയിൽ അവർ അപ്ലൈ ചെയ്ത് ഫയൽ സമർപ്പിച്ച് അതിനൊരു വിവരം കാത്തിരിക്കുകയാണ് എന്ന്. അതുകൊണ്ട് ഉടനെ തന്നെ താങ്കൾ ചെന്ന് ഇതിനൊരു ഈ വിവരം ഒന്ന് അന്വേഷിക്കണം, അദ്ദേഹത്തിൻ്റെ ജയിൽ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം എന്നാണ് എന്നോട് കൗൺസിലർ പറഞ്ഞത്. അൽഹംദുലില്ലാ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി. അവിടെ എനിക്ക് പരിചയമുണ്ട്, അവിടുത്തെ കോടതിയിൽ ഞാൻ പോകാറുണ്ട്, ട്രാൻസ്ലേഷൻ പോകാറുണ്ട്. ആ ഗ്രാമത്തിലെ ജയിലിൽ ചെന്ന് അവസാനം ആ ജയിലിലെ സൂപ്രണ്ടിനെ കാണുകയും ഫയൽ കൊടുക്കുകയും ചെയ്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ കണ്ടു. എൻ്റെ അടുത്തിരുത്തി ഞാൻ ഫോട്ടോ നമ്മുടെ കൗൺസിലർക്ക് വിട്ടുകൊടുത്തു. അത് ചെന്നൈ മൊത്തം, തമിഴ്നാട് മൊത്തം പരന്നു. അത്രയും പ്രമാദമായ കേസായിരുന്നു. അവരൊക്കെയും അത്ഭുതപ്പെട്ടു. അവസാനം പിറ്റേ ആഴ്ച ഞാൻ അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്. ഇതിൻ്റെ 2ാം ഭാഗം നമുക്ക് അടുത്ത പാർട്ടിയിൽ